അവളെ എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പോലും അവന് വാക്കുകളുണ്ടായിരുന്നില്ല. ഒരു പൂവ് പോലെ അവന്റെ തോളിൽ വാടിത്തളർന്ന് കിടക്കുന്നവളെ അവൻ പതിയെ തലോടി. മനസ്സുകൊണ്ടൊരായിരം വട്ടം അവളോട് മാപ്പ് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഉറക്കമെഴുന്നേറ്റ് നോക്കുമ്പോൾ തന്റെ അരികിൽ കിടന്നിരുന്ന ചാരുവിനെ ദേവ് കണ്ടില്ല. ക്ലാസ്സിന് പോവാനുള്ള ടൈമായോ എന്ന് ഓർത്ത് അവൻ ഫോണെടുത്ത് ടൈം നോക്കി. സമയം രാവിലെ 7 മണിയേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവൾ ബാൽക്കണിയിൽ ഇരിക്കുകയാണ്. മോർണിംഗ്. അവൻ അവളുടെ ഓപ്പോസിറ്റ് ചെയറിൽ പോയിരുന്നു. എപ്പോഴാ എഴുന്നേറ്റത്? കുറച്ചു നേരമായി. കാലത്ത് തുടങ്ങിയതാ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി. അയ്യോ, എന്നിട്ട് ഛർദിച്ചോ? ഇല്ല, പക്ഷേ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത. എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തോ? എന്നിട്ട് ഇല്ല. എന്നെ ഒന്ന് വിളിച്ചാ പോരായിരുന്നോ? ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നേനേലോ. എനിക്കൊന്നും വേണ്ട. അതിന് എന്തെങ്കിലും കഴിക്കാൻ പോയിട്ട് പച്ചവെള്ളം പോലും കുടിക്കാൻ വരെ തോന്നുന്നില്ല. ഭക്ഷണത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ മനം പുരട്ടി തുടങ്ങിയ. ഈ പ്രഗ്നൻസി ജേണി അത്രയ്ക്ക് സിമ്പിൾ അല്ല അല്ലേ? ഒരിക്കലുമല്ല. പിന്നെ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ചില സ്ത്രീകൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ചിലര് പ്രസവം കഴിയുമ്പോഴേക്കും മരിച്ചു ജീവിക്കും. ഓ, നീ ഇപ്പൊ ഇതിൽ ഏത് കാറ്റഗറിയാ? അറിയില്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്ത് തന്നെ ആയാലും ഭക്ഷണം കഴിക്കാതിരിക്കാനൊന്നും പറ്റില്ല. നീ ഇരിക്ക്, ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് വരാം. ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരികയൊന്നും വേണ്ട. ഞാൻ ഒന്ന് ഒക്കെ ഫ്രഷ് ആയിട്ട് താഴെ വന്ന് കഴിച്ചോളാം. എപ്പോഴെപ്പോഴും ഇങ്ങനെ താഴേക്ക് ഇറങ്ങി കയറുകയൊന്നും വേണ്ട. ഭക്ഷണം എല്ലാം ഞാൻ കൊണ്ടുവന്ന് തന്നോണ്ട്. ഞാനില്ലാത്ത സമയമാണെങ്കിൽ താഴെ സെർവൻസിനെ ആരെങ്കിലും പറഞ്ഞ് ഏൽപ്പിക്കാം. നീ എല്ലാ പണിയും കഴിഞ്ഞ് ക്ലാസ്സിന് പോകാൻ വേണ്ടി മാത്രം താഴേക്ക് ഇറങ്ങിയാൽ മതി. ക്ലാസ്സിന് പോവാനോ? ഇനിയിപ്പോ അതൊന്നും നടക്കില്ലല്ലോ. അതെന്താ നടക്കാത്തത്? ഞാൻ ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് വാക്ക് തന്നിരുന്നതല്ലേ, ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ പോകുന്നില്ല എന്ന്. ഓ പിന്നെ, ഇനിയിപ്പോ എനിക്ക് തന്ന വാക്കിന് ഇവിടെ ഒരു വിലയുമില്ല. അന്ന് ഞാൻ നിന്നെ മനസ്സിലാക്കാതെ എന്തൊക്കെയോ പറഞ്ഞെന്ന് കരുതി. വേണ്ട. ഈ അവസ്ഥയിൽ ഞാൻ ഇനി പോയിട്ട് എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ? അത് വേണ്ട. ഡോക്ടർ പറഞ്ഞതല്ലേ യാത്രയൊന്നും ചെയ്യണ്ട എന്ന്. ചാരു വയറിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നും സംഭവിക്കില്ല. യാത്ര ചെയ്യുമ്പോ ഇളക്കം സംഭവിക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞുള്ളൂ. ഞാൻ എല്ലാം വിശദമായിട്ട് ചോദിച്ചറിഞ്ഞതാ ഡോക്ടറിനോട്. എന്റെ കാറിൽ നിനക്ക് അറിയാവുന്നതല്ലേ, ചെറിയ ഇളക്കം പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ക്ലാസ് ഒഴിവാക്കുന്ന കാര്യം നീ ചിന്തിക്കുകയേ വേണ്ട. ഇതോടുകൂടി നിന്റെ ജീവിതമില്ലാതാവാൻ ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ അവളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന കാര്യം വീണ്ടും വീണ്ടും അവൻ അവളെ ഓർമ്മിപ്പിക്കുന്ന പോലെ തോന്നി അവൾക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ ആരുമല്ലാത്ത എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്തിനാ ഇത്രയും കരുതൽ? ചാരു അത് ചോദിച്ചതോടെ ദേവിന്റെ മുഖം മാറി. ദേഷ്യവും സങ്കടവും അതിൽ മിന്നി മറഞ്ഞു. നിന്നോട് ഞാൻ ചെയ്ത തെറ്റിനുള്ള കുറ്റബോധം കൊണ്ടാണെന്ന് കൂട്ടിക്കോ. അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ അവിടെ നിന്നും പോയി. ഓ, ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു, ചാരു ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ നേരെ ബാത്റൂമിലേക്ക് ഫ്രഷ് ആവാൻ വേണ്ടി പോയി. ദേവ് താഴെ എത്തിയപ്പോഴേക്കും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഇരുന്നിട്ടുണ്ടായിരുന്നു. ചാരുമോൾ എവിടെ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങള്. അവൾ താഴേക്ക് ഇറങ്ങിയിട്ടില്ല അച്ഛാ. ഞാൻ അവൾക്കുള്ള ഫുഡ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഓ, കെട്ടിലമ്മക്കിനി ഭക്ഷണം അരമനയിൽ കൊണ്ടുപോയി കൊടുക്കണം, സരോജിനി ഈർഷ്യത്തോടെ ചോദിച്ചു. അതല്ല അമ്മ, ഈ അവസ്ഥയിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കയറി ഇറങ്ങണ്ടെന്ന് വിചാരിച്ച് ഞാനാ പറഞ്ഞത് താഴേക്ക് വരണ്ട, ഭക്ഷണം ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന്. എന്തിന്? ഞാനും 4 എണ്ണം പ്രസവിച്ചതാ. ഒന്ന് ഗർഭിണിയായെന്ന് കരുതി ഇങ്ങനെ തലയെ കയറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ, നീ പ്രസവിച്ച കാര്യമൊന്നും പറയണ്ട. ഇവരെ ഓരോരുത്തരെയും വയറ്റിലുണ്ടാകുന്ന സമയത്ത് നീ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് പോട്ടെ, നിന്റെ മകളിവിടെ ഗർഭിണിയായി വന്നിരുന്നല്ലോ. അവളെ കട്ടിൽ നിന്നും ഒന്ന് എഴുന്നേൽക്കാൻ സമ്മതിക്കുമായിരുന്നോ നീ? ഞാൻ അവളുടെ സ്വന്തം അമ്മയാ. എന്റെ കുഞ്ഞിനെ ഞാനല്ലാതെ പിന്നെ ആരെ നോക്കാ? അവളെയും അവളുടെ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചേക്ക്. അവൾ എവിടെയും പോകുന്നില്ല. എന്റെ ചോരയിലുള്ള കുഞ്ഞാ അവളുടെ വയറ്റിലുള്ളത്. അതിന്റെ ഉത്തരവാദിത്തം എനിക്കല്ലാതെ അവളുടെ വീട്ടുകാർക്കല്ല. ഞാൻ നോക്കിക്കോളാം അവളെ, അമ്മ ബുദ്ധിമുട്ടണ്ട. അവൻ അവൾക്കുള്ള ഭക്ഷണം എടുത്ത് മുകളിലേക്ക് കയറിപ്പോയി. കഴിഞ്ഞില്ലേ ഇതുവരെ? അടഞ്ഞു കിടക്കുന്ന റൂമിന്റെ വാതിലിൽ മുട്ടിക്കൊണ്ട് ദേവ് ചോദിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈറൻ മുടിയിൽ തോർത്തും കെട്ടിക്കൊണ്ട് ചാരു വാതിൽ തുറന്നു. അവളുടെ കഴുത്തിലും മുഖത്തുമെല്ലാം വെള്ളത്തുള്ളികൾ ഉണ്ടായിരുന്നു. അവ കാണവേ തന്റെ ആദരങ്ങൾ കൊണ്ട് തുടച്ചു മാറ്റാൻ തോന്നി അവന്. എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഒന്നെങ്കിൽ അകത്ത് കയറ്, അല്ലെങ്കിൽ പുറത്തേക്ക് പോവാം.
അവൾ അത് ചോദിച്ചപ്പോഴാണ് അവൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത്. കുളിച്ചു കഴിഞ്ഞാൽ മര്യാദക്ക് തോർത്തിക്കൂടെ, വെറുതെ മനുഷ്യനെ കണ്ട്രോൾ കളയാനായിട്ട്. അവൻ പിറുപിറുത്തുകൊണ്ട് റൂമിനകത്തേക്ക് കയറി. ഭക്ഷണത്തിന്റെ പാത്രം ടേബിളിൽ വെച്ച് അതിന്റെ മൂടി തുറന്നു. പാലപ്പോ മുട്ടക്കറിയുമായിരുന്നു. അവൻ അത് പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചതും അതിന്റെ ഗന്ധം അവിടെ മാങ്ങി പരന്നു. അതിൽ നിന്നും ഒരു കണിക ശ്വസിച്ചപ്പോഴേക്കും അവൾക്ക് മനം പുരട്ടി തുടങ്ങി. വാ പൊത്തിക്കൊണ്ട് അവൾ നേരെ ബാത്റൂമിലേക്ക് ഓടി ഛർദ്ദിക്കാൻ തുടങ്ങി. ദേവ അവളുടെ പിറകെ പോയി അവളുടെ പുറം ഒഴിഞ്ഞു കൊടുത്തു. അവളുടെ അവസ്ഥ കണ്ട് അവന് വല്ലാത്ത സഹതാപം തോന്നി. ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊന്നും വേണ്ടെന്ന്, അവൾ തളർന്ന ശബ്ദത്തോടെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടോ? ഇങ്ങനെ വോമിറ്റ് ചെയ്തിട്ട് ഒന്നും കഴിക്കാതെ കൂടി ഇരുന്ന തനാകെ ഇല്ലാതെയായി പോവും. അവൻ അവളെ കൊണ്ടുവന്ന് ബെഡിലിരുത്തി. ഒരു കുഞ്ഞിനെ കിട്ടാൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചത്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു കുഞ്ഞിനെ കിട്ടുമെന്നോ? ബുദ്ധിമുട്ടെല്ലാം കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന സ്ത്രീക്കാണെന്ന് മാത്രം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന്റെ പ്രയാസം മനസ്സിലാക്കാൻ നിങ്ങളെപ്പോലെയുള്ള ആണുങ്ങൾക്ക് കുറച്ചു സമയമെടുക്കും. ഛർദിയും മറ്റു അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ അതിന് ഇത്രത്തോളം പ്രയാസമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. തന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനു വേണ്ടി ഒരമ്മ എല്ലാം സഹിക്കും. ഛർദിയും ക്ഷീണവും തലകറക്കവും ഭക്ഷണം കഴിക്കാൻ പറ്റായികയും ശരീരവേദനയും പാതി മരണമറിയുന്ന പ്രസവവേദനയും അങ്ങനെ എല്ലാം. അവസാനം ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ അതെല്ലാം മറക്കുകയും ചെയ്യും. സ്വന്തം കുഞ്ഞിനെ വരെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന എനിക്ക് ഈ അസ്വസ്ഥതയൊന്നും ഒന്നുമല്ല. ആ വേദനയേക്കാൾ വലുതല്ല ഇതൊന്നും. ഉള്ളുന്നുറങ്ങുന്ന വേദനയുണ്ടെങ്കിലും അവൾ പുഞ്ചിരിച്ചോണ്ട് അത് പറഞ്ഞു തീർത്തു. ദേവിന്റെ കണ്ണുകളിൽ ഇരുട്ടി നിറഞ്ഞു. അവൻ ചെയ്ത തെറ്റിന്റെ ആഴം അവനെ നോവിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയൊരു തീരുമാനമെടുത്ത് ആ നിമിഷത്തെ ശപിക്കുകയായിരുന്നു അവനപ്പോൾ. മതി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, നീ ഇപ്പൊ ഇത് കഴിച്ചേ. എനിക്ക് വേണ്ട, ഒന്നും കഴിക്കാൻ തോന്നില്ല. കഴിച്ചാ ഞാൻ ഛർദിക്കും. ഛർദിച്ചോട്ടെ, എന്നാ കഴിക്ക്. അവൻ അതിൽ നിന്നും ഒരു കഷ്ണം അപ്പമെടുത്ത് കറിയിൽ മുക്കി അവൾക്ക് നേരെ നീട്ടി. ആദ്യമായി കരുതലോടെ അവൻ അവൾക്ക് നേരെ നീട്ടിയ അന്നം നിരസിക്കാൻ അവൾക്ക് തോന്നിയില്ല. എങ്ങനെയൊക്കെയോ 3-4 പ്രാവശ്യം അവന്റെ നീട്ടിയ കരങ്ങൾക്ക് നേരെ അവൾ വാതുറന്നു. മതി, കുറച്ചെങ്കിലും കഴിച്ചല്ലോ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി കുറച്ചു നേരം കിടന്നോ. ഇങ്ങനെ വയ്യാതെ ഇനിയിപ്പോ ക്ലാസ്സിന് പോവണ്ട, ഇനി റെസ്റ്റ് എടുക്ക്. അവൻ പാത്രങ്ങളുമായി പുറത്തേക്ക് പോയി. ശരിക്കും ഇയാൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഉള്ളിൽ ഒരു തരിയെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയോ? അവൻ പോയ വഴിയെ നോക്കി ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് നന്ദു വിളിക്കുന്നത്. അവളുടെ പേര് സ്ക്രീനിൽ തെളിഞ്ഞപ്പോഴേ ചാരുവിന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. നന്ദു, ഞാനെന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. ആണോ? എന്നെ ഇനി കുറച്ചു നേരം നിന്നോ. ഓഹോ, മോളെന്നോട് പിണക്കെടുത്തിലാണല്ലോ. നമുക്ക് ആരോടും പിണക്കൊന്നുമില്ലേ? അല്ലെങ്കിലും ആരും പണ്ടത്തെ പോലെയൊന്നുമല്ലല്ലോ. പിന്നെ ഇപ്പൊ ഞാൻ പിണങ്ങിന്നിട എന്താ കാര്യം? ആരാ അതൊക്കെ മൈൻഡ് ചെയ്യുന്നേ? എന്താ നന്ദു നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഒരു ദിവസം ലീവ് എടുക്കുമ്പോ എന്നോടൊന്ന് വിളിച്ച് പറയാൻ വയ്യായിരുന്നു നിനക്ക്? ഞാൻ ഇന്നലെ എത്ര ടെൻഷൻ അടിച്ചെന്ന് അറിയോ നിനക്ക്? നിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടാണെങ്കിൽ സ്വിച്ച് ഓഫും. ഫോണ് ചാർജ് കഴിഞ്ഞിട്ട് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ചാർജില്ലാൻ വയ്യായിരുന്നു നിനക്ക്? അതിനൊന്നും പറ്റിയ അവസ്ഥയിലായിരുന്നില്ല ഞാൻ. എന്തായിരുന്നു നിന്റെ അവസ്ഥക്ക് കുഴപ്പം? എടി അത് പിന്നെ, നീ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടേക്ക് വാ. എനിക്ക് നിന്നെ നേരിട്ട് കണ്ട് സംസാരിക്കണം. നീ ആളെ ടെൻഷനാക്കാത്ത കാര്യം പറയ. ഫോണിലൂടെ പറയാൻ പറ്റിയ കാര്യമല്ല. അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ നന്ദു എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് ചാരു അപ്പ അവളോടത് പറഞ്ഞില്ല. തുടരും.